ഹായ്. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കസ്റ്റമറെ കൊണ്ടുവരാനുള്ള ചെലവ്, നമ്മൾ ഐഡിയ മാത്രം പോരാ. പകരം നമുക്ക് ഐഡിയയുടെ പുറമെ നമുക്ക് അതിൽ സ്കിൽ സെറ്റ് ഉണ്ടാവണം. നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ആക്ച്വലി ഈ ഒരു വീഡിയോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് മാത്രം കാണും. അപ്പം ഇതിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ബാക്കിയുള്ള പാർട്ടുകളിലേക്കൊക്കെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതിൽ നിന്ന് കൂടുതലായിട്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാം. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പല ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ വരാറുണ്ട്. എസ്പെഷ്യലി ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റുകൾ. ഇപ്പം ഉബറൊക്കെ രക്ഷപ്പെട്ടത് പോലെ, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് കമ്പനികൾ നെക്സ്റ്റ് ലെവലിലേക്ക് വന്ന പോലെ നമുക്കും തോന്നും ഇതുപോലെ ഒരു നമ്പർ ഓഫ് ഐഡിയാസ്. ഓക്കെ, ഒരു റെവല്യൂഷണറി ഐഡിയ നമ്മൾ പല പല സമയത്തും നമുക്ക് നമ്മളുടെ മുമ്പിലേക്ക് ഈ ഐഡിയാസ് വരാറുണ്ട്. അപ്പൊ ഈ ഐഡിയകളെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു. ഇതൊരു എക്സാമ്പിളായി മാത്രം എടുത്താൽ മതി. ഇത് സോഫ്റ്റ്വെയർ ആസ് എൻ എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാത്ത ഏത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കണ്ട് അതിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പാർട്ടുകളാണ്. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഈ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആയിട്ട് തന്നെ ഞാൻ പറയാം, കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പാർട്ടുകളിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിന്റെ പാർട്ടിലെ പലരും ഇതുപോലെയുള്ള ഒരു ഐഡിയ നമ്മൾ കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഒക്കെ റെഡിയായി വരുന്ന സമയത്താവും അവർ മനസ്സിലാക്കുന്നുണ്ടാവുക ഇതിന്റെ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഈ മാർക്കറ്റിംഗ് എന്നുള്ള പാർട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഈ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അല്ലെങ്കിൽ സാസ് സോഫ്റ്റ്വെയർ എന്ന് പറയും. അപ്പം ഈ ഒരു പാർട്ടിലുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അവയർനെസ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഒരു പ്രോഡക്റ്റ് ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഡെവലപ്മെന്റ് പണ്ടത്തേനേക്കാളും. കാരണം ഈ വൈബ് കോഡിംഗ് ഒക്കെ പോലുള്ള നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. കേഴ്സർ, റെപ്ലിറ്റ്, അല്ലെങ്കിൽ ലവബിൾ, അങ്ങനെ പറയുന്ന പല നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ റെപ്ലിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ, കേഴ്സർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ. ഇനി കുറച്ചും കൂടി കേഴ്സർ പോലെയുള്ള പ്ലാറ്റ്ഫോം കുറച്ചും കൂടി ഡെവലപ്പർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോംസ് ഒക്കെ അവൈലബിൾ ആയതിനെ കൊണ്ട് തന്നെ ഇന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും ഈ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു കസ്റ്റമറെ കൊണ്ടുവരുന്ന കാര്യവും അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളും അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ അതിനുള്ള പാർട്ടുകളൊക്കെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ പാർട്ട് സോഫ്റ്റ്വെയർ ഹൈലി നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉള്ള ഒരു പ്രോഡക്റ്റിനേക്കാളും മിനിമം 40% ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം മാർക്കറ്റിൽ എനിക്ക് എക്സാക്ട്ലി സെയിം സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു 40% നമുക്ക് ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യട്ടോ. ഞാനൊരു എന്താ പറയുക, ബിഗ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40% എങ്കിലും എക്സിസ്റ്റിംഗ് സംഭവങ്ങളിനേക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു റവല്യൂഷനൈസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു പെർസ്പെക്റ്റീവിൽ മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ എമൗണ്ട് എല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രത്യേകിച്ച് കോഡ് ഇല്ലാണ്ട് നമുക്കൊന്നും റിട്ടേൺ എടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫണ്ടും നമ്മൾ ഈ ഡെവലപ്മെന്റ് ഫേസിലേക്ക് പോകും. അപ്പോൾ അവിടെ വരുന്ന കോമൺ പോർട്ടലിനൊക്കെ അല്ലെങ്കിൽ കോമൺ ചലഞ്ചസ് ആയിട്ടുള്ളത് ഒന്ന് ഇതിൻ്റെ ഡെവലപ്മെന്റ് പാർട്ട് തന്നെയാണ്. ഈ ഡെവലപ്മെന്റ് പാർട്ടിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ആൾക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമുക്ക് മെജോറിറ്റി ടൈം പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇന്റർഫേസ്, അല്ലെങ്കിൽ UI UX പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ ഏത് കോഡിങ് അല്ലെങ്കിൽ ഏത് സ്റ്റാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിന് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റായി മാറ്റാൻ പറ്റുക. കാരണം അതില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് സ്കെയിൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഇതിൻ്റെ ഔട്ട്കം പാർട്ട് എടുക്കാം. ഔട്ട്കം പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു. നമ്മൾ ലെറ്റ്സ് നമ്മൾ 1000 രൂപ സബ്സ്ക്രിപ്ഷൻ ബേസിലാണ് നമ്മൾ പ്രോഡക്റ്റ് പുറത്തേക്ക് ഇറക്കുന്നതിന് വിചാരിക്കും. എല്ലാ മാസവും 1000 രൂപ നമുക്ക് കിട്ടുന്ന ഒരു ലെവൽ. അപ്പോൾ അങ്ങനെ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ റവന്യൂ വരാൻ നമുക്ക് എത്ര പ്രോഡക്റ്റ്
നമ്മൾ സെല്ല് ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും നമ്പർ ഓഫ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെങ്കിൽ എത്ര കസ്റ്റമേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം എന്ന് ആലോചിച്ച് നോക്കുക. ആ എത്ര കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എത്ര ടാർഗറ്റ് ഓഡിയൻസിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇത് കാണിക്കണം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്രയും ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും നമ്മൾ ലാക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? അൾട്ടിമേറ്റ്ലി ആ സോഫ്റ്റ്വെയർ വർക്ക് ആവില്ല. അപ്പൊ ഇതിനൊരു പെർസ്പെക്റ്റീവ് കൂടി ഉണ്ട്, സിസ്റ്റം തിങ്കിങ് എന്ന് പറയും. ഇത് ലേറ്റർ വീഡിയോകളിൽ നമ്മൾ ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. എപ്പോഴും നമ്മളൊരു കോമ്പണന്റ് തിങ്കേഴ്സ് അല്ലെങ്കിൽ ലീനിയർ തിങ്കേഴ്സ് എന്നാണ് നമ്മൾ പറയാം. എന്താണ് കോമ്പണന്റ് തിങ്കിങ് അല്ലെങ്കിൽ ലീനിയർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനെ കണ്ടെത്താൻ. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്, അതിനെ എക്സിക്യൂട്ട് ചെയ്യണം, വിച്ച് മീൻസ് വി ആർ ബിൽഡിംഗ് ദ പ്രോഡക്റ്റ്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉള്ളത്. അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സ്കിൽ സെറ്റ് ഏതർ നമുക്കുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് അത് അസോസിയേറ്റ് ചെയ്തുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഈ രണ്ട് പാർട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതർവൈസ് നമുക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ ആസ് എ ഹ്യൂമൻ ബോഡി എടുത്തു നോക്കുക. നമ്മളുടെ ഹൃദയം, കിഡ്നി അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും പ്രോപ്പർലി വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ട് വരിക. അതുപോലെ തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം ആവറേജോ ബിലോ ആവറേജോ അല്ലെങ്കിൽ വളരെ താഴെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 10 lakh എമൗണ്ട് എല്ലാ മാസവും നമുക്ക് റിട്ടേൺ വരണം എന്നുണ്ടെങ്കിലുള്ള നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ ആലോചിച്ച് നോക്കുക. ആ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ തന്നെ നമുക്ക് പോസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം സിസ്റ്റം ഫെയിലിയർ ആയി. അപ്പൊ ഈ സിസ്റ്റത്തിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ either നമുക്ക് അതിൽ ക്യാപ്പബിലിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൽ സോഫ്റ്റ്വെയർ ആസ് എൻ എക്സാമ്പിൾ മാത്രം എടുത്തേ, കാരണം ഒരുപാട് ആൾക്കാർ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എമൗണ്ട് ഒക്കെ കളഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയ ഞാൻ ഒരു എക്സാമ്പിൾ ആയി എടുത്തത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ ഐഡിയ മാത്രമല്ല, നമുക്ക് അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെജോറിറ്റി ഏരിയയിലും ഒരു ഫുൾ സ്റ്റാക്ക് പേഴ്സൺ ആവാം എന്ന് പറയാം. ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് ടെക്നോളജി അറിയാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അറിയണം, ഫിനാൻസ് അറിയണം, ഇങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് അത്യാവശ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആകെത്തുക എനിക്ക് പറയാനുള്ള എന്താ പറയാ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാർഡ് കയറി സോഫ്റ്റ്വെയറിൽ പോയത്. ബേസിക്കലി നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് അതിനെ മാർക്കറ്റ് ചെയ്യണം, ആരൊക്കെയാണ് ആ മാർക്കറ്റിലുള്ളത്, ഏതൊക്കെ രീതിയിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്, ആ മാർക്കറ്റിങ്ങിന് എത്ര കോസ്റ്റ് വരും, ആ കോസ്റ്റ് വരുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്താം, അതേപോലെ നമുക്ക് എങ്ങനെ ഹയർ ചെയ്യണം, ഹയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അവരെ ട്രെയിൻ ചെയ്ത് റീറ്റെയിൻ ചെയ്ത് അവരുടെ പെർഫോമൻസ് എടുക്കണം, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്കിൽ സെറ്റുകൾ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക ഉണ്ടാവട്ടുണ്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ. ഒപ്പം തന്നെ നമുക്ക് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ നമുക്ക് സ്കിൽ സെറ്റ് വേണം, നമുക്ക് നല്ല പ്രസൻറ്റേഷൻ സ്കിൽ സെറ്റ് വേണം, നമുക്ക് നല്ല രീതിയിൽ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. കൺട്രോൾ മീൻസ് ആൾക്കാരെ ഇത് ചെയ്യാന്നല്ല പറയുന്നത്, അവരെ നമുക്ക് യൂസ് ചെയ്ത് നമുക്കും അവർക്കും ബെനിഫിറ്റ് എടുക്കാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം തിങ്കിങ് യൂസ് ചെയ്യുക, അതല്ലാണ്ട് ഒരു കോമ്പണന്റ് തിങ്കിങ് അല്ലെങ്കിൽ ലീനിയർ തിങ്കിങ്ങിലേക്ക് പോകാണ്ടിരിക്കുക. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം തിങ്കിങ് ആണ് ഓൾ ടുഗദർ വരുന്നത്. കോമ്പണന്റ് തിങ്കിങ് ഒരു പാർട്ടിൽ നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കുന്ന പോലെ. ഞാൻ ഒരു എക്സാമ്പിളും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വളരുന്ന ഒരു ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിന് അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് പറയാം മാർക്കറ്റിങ്ങിന് ഇത്ര ഫണ്ട് കൂടുതലാണ് പോകുന്നത്, അപ്പം മാർക്കറ്റിംഗ് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആ റിസൾട്ട് കാണുന്നില്ല. പക്ഷെ ഒരു ലോങ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ഡെഫിനറ്റ്ലി എന്താ പറയുക ബിസിനസ് കുറയുന്നത് അവർക്ക് കാണാൻ പറ്റും. ഇനി വേറൊരു പെർസ്പെക്റ്റീവിൽ കസ്റ്റമർ സപ്പോർട്ട്, നമ്മൾ കസ്റ്റമർ സപ്പോർട്ടിന് ഒരുപാട്
നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മളൊരു സെയിൽസിന് ശേഷമാണ് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ വാട്ട് ഇഫ് നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കസ്റ്റമർ സപ്പോർട്ട് അല്ലെങ്കിൽ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളും കുറയ്ക്കലുകളും നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ ട്രസ്റ്റ് പോകും, ആൾക്കാർക്ക് പ്രോപ്പറായി സർവീസ് കിട്ടാത്തതിൻ്റെ പ്രോബ്ലം വരും. ഇപ്പം നമ്മുടെ മുമ്പിലൊക്കെ കുറേ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാവും, ഞാൻ മെൻഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ പറയുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് നമുക്ക് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയാണ് കോമ്പണന്റ് തിങ്കിങ് അല്ലെങ്കിൽ ലീനിയർ തിങ്കിങ് എന്ന് പറയുക. അപ്പം ഓൾവേസ് സിസ്റ്റം തിങ്കിങ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ബിസിനസ് പ്രോപ്പറായി സ്റ്റാർട്ട് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ അറിഞ്ഞാലും നമ്മൾ ഇനീഷ്യലി 1-2 ബിസിനസ്സുകളൊക്കെ പൊട്ടിപ്പടിക്കണം. യൂഷ്വലി എല്ലാവരും അതാ ചെയ്യുക. 99% ആൾക്കാരും ആദ്യത്തെ ബിസിനസ് ഒന്നും രക്ഷപ്പെടാറില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിച്ചിട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഓൺ ദ ഗോൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ചീട്ടുകൊട്ടാരം പണിയുന്ന പോലെ ആവും. പണിഞ്ഞു വരുമ്പോഴേ ചിലപ്പോൾ അടിയിലുള്ള ഫൗണ്ടേഷൻ പോവുക. അപ്പോൾ നമുക്ക് എത്രത്തോളം നോളജ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നോളജ് അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അത് ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അതിനെ നോട്ട് ചെയ്ത് കീപ്പ് ചെയ്യാൻ നോക്കുക. സോ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. ആൻഡ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.